വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇടതു ദുർഭരണത്തിനെതിരെയും മുസ്ലിം നേതാക്കന്മാർ കള്ളക്കേസിൽ കുടുക്കി മുസ്ലിം നേതാക്കന്മാരെ ഇല്ലാതാക്കലോടുകൂടി മുസ്ലിം ലീഗിന്റെ പടനായകന്മാരെ ഇല്ലാതാക്കലോടുകൂടി ഈ കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം ജനതയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഗൂഢതന്ത്രങ്ങൾക്കെതിരെയുമാണ് മുസ്ലിം ലീഗ് ഇവിടെ പദയാത്ര സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും ഈ പദയാത്ര വലിയൊരു താക്കീതായിക്കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഈ കൂടിയ ജനങ്ങൾ ഒരു പക്ഷേ പശ്ചിമ ബംഗാളിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും ബീഹാറിന്റെയും ഒറീസയുടെയും തെരുവോരങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുറപ്പാണ്. കാരണം ഈ കേരളത്തിന്റെ മണ്ണിൽ അതിനെ തയ്യാർ ചെയ്ത ഒരു മണ്ണുണ്ടാക്കിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരൊറ്റ ശക്തി കൊണ്ടാണെന്ന് നിങ്ങൾക്ക് സത്യത്തിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. കേരളത്തിന്റെ മണ്ണിൽ അതിനുള്ള ഒരു മണ്ണ് വിതച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ശക്തി കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ബംഗാളിന്റെ തെരുവോരങ്ങളിലേക്ക് 30 വർഷക്കാലം ബംഗാൾ ഭരിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യരോട് ചോദിക്കട്ടെ, അവിടെ മുസ്ലിങ്ങൾക്ക് എന്ത് പ്രാധാന്യം, എന്ത് നല്ലതാണ് അവിടെ നിങ്ങൾ ഭരിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഈ റോഡുകൾ, കാറിടാത്ത റോഡുകൾ പശ്ചിമ ബംഗാളിന്റെ തെരുവോരങ്ങളിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഉറപ്പിച്ചു പറയാം അത് ഒരു മുസ്ലിം പ്രദേശമാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ബോർഡില്ലാത്ത ഒരു പ്രദേശം കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് മുസ്ലിം പ്രദേശമാണ്. പക്ഷേ കേരളത്തിന്റെ മണ്ണിൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. അതിന്റെയൊക്കെ തെളിവ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിന്റെ മണ്ണിന്റെ മക്കൾ മുസ്ലിങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അടിയുറച്ച എന്ന ഒരു തെളിവ് മാത്രമാണ്. അതുകൊണ്ട് പറയാനുള്ളത്, വരും തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും UDF നേതാക്കളെയും വൻ വിജയമാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും സജീവമായി ഇറങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ പട്ടണം പഞ്ചായത്ത് MSF കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും എല്ലാവിധ ഭാവങ്ങളോടും അസ്സലാമു അലൈക്കും.